ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണാവോ എന്ന് വിചാരിക്കുക. അതുപോലെ 9 മണിക്ക് കാത്തിരിക്കുന്ന കുറേ മക്കളുണ്ട്. അപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടതാണ്. രാവിലെ ഞാൻ വലിയ ഗമയിലൊക്കെ എണീറ്റ് ഒക്കെ എടുത്തൊക്കെ തുടങ്ങി. പക്ഷേ പിന്നീട് മൊത്തം ഉഴപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണികൾ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെയും ഇന്നും മിനിയാന്നും, അതായത് 15, 16, 17 എൻ്റെ അവധി ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് നിറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞതിൻ്റെ സാരികളുടെ മറ്റേ ആൻറ്റിക് ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അപ്പോൾ ഈ ദിവസം ഞാനും ഡാഡിയും ഒന്ന് ഒതുക്കാം ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ബോക്സ്. കാരണം ഈ ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ ഈ ഫംഗ്ഷനും കാര്യങ്ങളും ഓട്ടോ നിങ്ങൾക്കറിയാലോ 2 ആഴ്ചയായിട്ടുള്ള തിക്കും തിരക്ക് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിനുള്ളൊരു അവസരമില്ല. കണ്ടമാനം എൻക്വയറി വന്നു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കാമെന്ന്. അപ്പോൾ അതേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ചാക്കോച്ചി ഫ്രണ്ടിൽ തന്നെ ഇരിക്കണു. അപ്പോൾ എല്ലാവർക്കും ചാക്കോച്ചീനെ ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞു. പിന്നെ പാച്ചുവിൻ്റെ ഡ്രസ്സ്, തോമുൻ്റെ മുടി, എല്ലാവരും എല്ലാ രീതിയിലും എല്ലാ മൊത്തത്തിൽ ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു നമ്മുടെ പരിപാടിയെക്കുറിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആൻറ്റിക്കിൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്ന. പക്ഷേ ഓണത്തിന് കുറേ മുമ്പ് വന്നു. പക്ഷേ അതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഡിമ്പിളിനും പറ്റിയില്ല, ഡിവൈനും പറ്റിയില്ല, എനിക്കും പറ്റിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ കാണുമ്പോഴേക്കും 1-2 പേര് പറഞ്ഞിട്ട് ഞാനത് എന്താ പറയുക സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റെൻറ്റിനും കൊടുക്കാവുന്ന പോലെ ഹെവി സെറ്റുകളുണ്ട്. അപ്പോൾ കല്യാണങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മളുടെ ചില്ലി ഫിഷ് ഇഷ്ടം പോലെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മറ്റേ പാത്രം അവർ എനിക്ക് തോന്നുന്നു കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ അവർ നമ്മൾ പോരുമ്പോഴാണ് പറഞ്ഞത് ഇത് ഇത്രയുണ്ട് ബാലൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോരുക ചെയ്തത്. കാരണം അത് ഒരാൾക്കും കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ നേരത്ത് ആർക്കും നമ്മൾ കൊടുക്കുക. അപ്പം ഞാൻ നേരെ അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. വലിയ മുകളിൽ കൊണ്ട് അങ്ങനെ വെച്ചു. അപ്പോൾ കുറച്ച് കറിയായിട്ട് ഞങ്ങൾ ഇന്നലെ ഞാനും കിടവടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ചെടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ വലിയ പീസുകളാണ്. അപ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പീസ് എടുത്തിട്ട് വറുത്താൽ മതി. അതായത് നിറച്ച് പീസുകളാണ്. അപ്പോൾ അതെടുത്ത് ഡിമ്പിളാണ് ആ പണി ഏറ്റെടുത്തത്. അതെടുത്തു. ബീഫ് അങ്ങനെ റോസ്റ്റ് ചെയ്തു, വറുത്തെടുത്തു. നോൺ സ്റ്റിക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തെടുത്തു വന്നപ്പോൾ അത് ശരിക്കും വറുത്ത് പോന്നു. ചിക്കൻ ഈ പറഞ്ഞ മറ്റേ വറുത്തു. അപ്പം അങ്ങനെ ഇന്നത്തെ ഉച്ചയിലത്തെ മാങ്ങാക്കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അതെടുത്തില്ല. അപ്പം മൊത്തം ഫുഡ് ബാക്കിയുള്ളത് കൊണ്ട് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. ചോറ് ഒട്ടും അവിടുന്ന് കൊണ്ടുവന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ അച്ചാർ 2 തരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഡോൺ ഉച്ചയ്ക്കില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാക്കിങ്ങും കാര്യങ്ങൾക്കായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരൊറ്റ ഉറങ്ങിയത്. എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയും ദിവസത്തെ ഉറക്കം മൊത്തം അങ്ങോട്ട് ഉറങ്ങി തീർത്തു. അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് രാത്രിയിലേക്കും തൽക്കാലം ഒന്നും വേണ്ട, ഡോണില്ല, പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടി ഓരോന്ന് കഴിച്ച് ഓരോന്ന് പറഞ്ഞാൽ ഈ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. വറുത്തതും ഈ സംഭവങ്ങൾ നോൺ വെജ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി എല്ലാവരും നേരത്തോടെ കിടക്കാനായിട്ട് കുട്ടികളെയും കൊണ്ട് അവരൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഡോൺ ലേറ്റ് ആവണം, കാരണം ഡിവൈനും കുട്ടികളും നേരത്തെ കയറി. അപ്പോൾ അത് താഴ്ത്തതാണ്. അവർ താഴ്ത്തിറങ്ങിയ സമയത്ത് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക രാത്രിയിലത്തെ പരിപാടികളൊക്കെ വേഗം പാച്ചുവിന് കൊടുക്കുന്നതോടുകൂടി ഓച്ചു കഴിച്ചു. ഞാനും ഡാഡി മാത്രം ലാസ്റ്റ് കുറച്ച് ഒതുക്കാണ്ടായിരുന്നു. പിന്നെ ഡാഡിക്ക് ഇപ്പോൾ ഫുട്ബോൾ കളി മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഇനി എന്നും കുറേ ലേറ്റാവും, അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ എങ്ങനെ നേരത്തെ കിടക്കാമെന്ന് വെച്ചാലും നടക്കില്ല. എന്നാൽ പിന്നെ സാരമില്ല, പിന്നെ കുറച്ച് നാളല്ലേ ഉള്ളൂ, പോട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ പാച്ചും ഓച്ചും കുളിയൊക്കെ കഴിഞ്ഞ് അവർ കിടന്നുറങ്ങാൻ പോകണം. അവന് അപ്പാപ്പൻ തന്നെ വേണം. അപ്പാപ്പൻ കുട്ടിയാണ്. ഇപ്പോൾ വന്നവരൊക്കെ പറയായിരുന്നു അപ്പാപ്പൻ കുട്ടിയാണ്, അപ്പാപ്പൻ്റെ അതേ ചായയാണെന്നൊക്കെ. കുട്ടി കുറുമ്പനാട്ടോ. അങ്ങനെ അവരെ കിടത്തിയതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ ഒട്ടും എന്താ പറയുക ഇതില്ല, വീഡിയോ ഒട്ടും ലെങ്ത് ഇല്ല, ഡ്യൂറേഷൻ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങളെ കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഓർണമെൻറ്റ്സ് എടുത്തതാട്ടോ. നോക്കി നോക്ക്.
ഹലോ. അപ്പോൾ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി ശരിക്കും ഓണത്തിൻ്റെ സമയത്ത് ഇതുപോലെ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം കഴിഞ്ഞിട്ടായാലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുക അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും വാങ്ങിക്കുന്നവരെപ്പോഴും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ ഡംബൽസിൻ്റെ കുഞ്ഞി ലോക്കറ്റാണ് കേട്ടോ. ആ ലോക്കറ്റിന് ശരിക്കും സെറ്റായിട്ടതാ മോതിരണ്ട്, വള 2 പാറ്റേൺ ഉള്ളത്. ഇതൊരു പാറ്റേൺ പിന്നെ ഇങ്ങനൊരു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ കമ്മൽ വരുന്നത് 4 സൈസിലാണ് വരുന്നത്, പല വലിപ്പത്തിലാണ് വരുന്നത് കേട്ടോ. 4 എത്രത്തോളം കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഇത് വലുത്, ഇത് അതിൻ്റെ നേരെ താഴെ കണ്ട്, പിന്നെ അതിൻ്റെ നേരെ താഴെ 2 സൈസ്, അങ്ങനെ മൊത്തം 4 സൈസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാനിതിൻ്റെ ഫോട്ടോസ് മൊത്തം സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ നല്ല ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടത് റൂബിയുടെ അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, ഇതുപോലെ വൈറ്റ് കമ്മൽ, വള, മോതിരം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് ഇതിൻ്റെ തന്നെ നെക്ലസ് വരുന്നുണ്ട്, റൂബിയുടെയും വൈറ്റിൻ്റെയും. അപ്പോൾ നമ്മൾ അത് നെക്ലസ്സായിട്ട് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ കയ്യിലുള്ള മാലേമ ഇട്ടാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഒരു മാല ചെറുത് വാങ്ങി ഈ ലോക്കറ്റും ഇതിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റഡും ഒരു വളയായി കഴിഞ്ഞാൽ നല്ല സെറ്റായി. മോതിരം വേണമെന്നില്ല, ഇല്ലെങ്കിൽ മോതിരം കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിന്ന് മാത്രം. ഇതിലിപ്പോൾ നമുക്ക് 3-4 കളറാണ് കേട്ടോ വരുന്നത്. ഇത് ബ്ലൂ തന്നെ വളയുണ്ട്, കമ്മലുണ്ട്. പിന്നെ ഗ്രീൻ വരുന്നുണ്ട്, അതിൻ്റെയും വളയും കമ്മലും വരുന്നുണ്ട്, മോതിരം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ റൂബിയാണ് ഓൾറെഡി. ഇത് ബ്ലാക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിനെ ഡംബൽസ് എന്ന് പറയും. ഡംബൽസിൻ്റെ വളയുണ്ട്, പിന്നെ ലോക്കറ്റ് ഉണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയില്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ ലോക്കറ്റ്, ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞ് ലോക്കറ്റാണ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ ലോക്കറ്റാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. എന്ന് വെച്ചിട്ട് കുറേ വലുതൊന്നും അല്ല കേട്ടോ. അതെ, നമ്മളിങ്ങനെ വിരലിമ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ വിരലിമയും വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് സൈസ് അറിയാം. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഇതിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് സൈസ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചേക്കാളും ചെറുതായി, ചിലർ പറയും വിചാരിച്ചേക്കാളും വലുതായി എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് അത് നോക്കേണ്ടത് കേട്ടോ, സൈസ് നോക്കേണ്ടത് ഇങ്ങനെയാണ്. കണ്ടോ, ഇത് റൂബിയുടെ നെക്സ്റ്റ് സൈസാണ്. അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ വന്നിട്ടുണ്ട്, ബ്ലൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയില്ല, അപ്പോഴേക്ക് ഒരു ചുമ വന്നതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ റൂബിയുടെ കണ്ടു, അതിൻ്റെ തന്നെ വൈറ്റ്, അതിൻ്റെ തന്നെ ബ്ലൂ കണ്ടോ. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് കണ്ടോ, ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ സെയിം നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ കമ്മലുകൾ ഇട്ടാൽ മതി കേട്ടോ. ചെറിയ സ്റ്റഡുകളുണ്ട്, അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റായി. അപ്പോൾ ഇത് പച്ച ലോക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല, പച്ചയ്ക്കും എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് പച്ചയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അത് ഇത് നമ്മുടെ ഡംബൽസ് കണ്ട പോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈസ്. പിന്നെ ഇതൊക്കെ വളരെ കുഞ്ഞ് ലോക്കറ്റുകളാണ് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പോൾ ഈ 6 പിടി കുഞ്ഞ് ചെയിനുകൾക്ക് പറ്റിയ കൊച്ചു ലോക്കറ്റുകൾ. അപ്പോൾ അതുപോലെ തന്നെ റൂബിയിലും ഉണ്ട് അങ്ങനെ കുഞ്ഞിയ പാറ്റേണുകൾ. വലുത് നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ. ഇതൊക്കെ വളരെ കുഞ്ഞിതാണ്. അത് ഭയങ്കര ചെറുതാണ്. മാലയും ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ സ്റ്റഡ് ഏകദേശം ഈ ഷേപ്പിലൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടി ലോക്കറ്റുകളാണ്. അപ്പോൾ ഇത് റൂബിയും ഇത് ഗ്രീനും. ഇപ്പോൾ നിങ്ങൾ 2 കളറ് കണ്ടില്ലേ. ഇനി വൈറ്റിൻ്റെയൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്. അതിപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടില്ല, ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ 2 കളറുമേ നിങ്ങൾ തൃപ്തിപ്പെടണം. ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള പാറ്റേൺ ആട്ടോ, റൂബി ജെയ്ഡ് കണ്ടോ, ഭയങ്കര ഭംഗിയാട്ടോ. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു സ്വർണ്ണ നൂലുമേ കോർത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ വള വേണമെങ്കിൽ ഉണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്. അപ്പോൾ കമ്മലും ഈ ഒരു സെറ്റും വളയും കൂടി ആയിക്കഴിഞ്ഞാൽ വളയായിട്ടുമുണ്ട്, മറ്റേ അഡ്ജസ്റ്റബിൾ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇതും ആ ഒരു കോമ്പിനേഷനാണ്, റൂബി വൈറ്റ് ജെയ്ഡ് ഗ്രീന്. അതാണ് ഇത് റൂബി വൈറ്റ്. ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കമ്മലും
വളയുണ്ട് കേട്ടോ. സെറ്റല്ല, സെപ്പറേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് സെറ്റായിട്ട് തരും. ഇതൊരു നൂലുമേ കണ്ടോ, ഇതിൻ്റെ ഇതുമ്മ വരെ കല്ലുകളാണ് കണ്ടോ. ഇതൊരു നൂലുമ്മ ഇതങ്ങോട്ട് കോർത്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മാലയമ ഇത് കോർത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ. അതും ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡും ഒരു ചെറിയൊരു വളയും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. ഇത് കുഞ്ഞേയൊരു സെറ്റ് കണ്ടോ. ഇങ്ങനെ നമ്മളുടെ കയ്യിൽ എന്താ പറയുക, കുറേ ലോക്കറ്റുകളുണ്ട്. ഇത് മുഴുവൻ ലോക്കറ്റുകളാണ്, ഫുൾ ലോക്കറ്റാണ്. പക്ഷെ അതെനിക്ക് എല്ലാം കൂടി കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓരോ സെക്ഷനായിട്ട് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി ചെറുത് ഇത് റൂബി വൈറ്റ്. ഇത് ഫുൾ AD സ്റ്റോൺസാണ് കേട്ടോ, റൂബി വൈറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ കൊച്ചൊരു ലോക്കറ്റാണ് കാണാൻ, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുപോലെ ഇത് കുഞ്ഞീത് ഉണ്ടോ, ഫുൾ AD സ്റ്റോൺസാണ്, റൂബി വൈറ്റാണ്. അതുപോലെ ഇതും അതെ ഉണ്ടോ, മയിലാണ് നിറച്ച് കുട്ടി റൂബിയുടെയും വൈറ്റും സ്റ്റോൺസ്. പിന്നെ ഇതുപോലെ സിംഗിളായിട്ട് വെറുതെ നെക്കിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയത്. ഇതിൻ്റെ സെയിം സ്റ്റഡുകൾ, കുഞ്ഞ് സ്റ്റഡുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഈ ജോലിക്ക് പോണ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാൻ പോണ കുട്ടികൾക്കൊക്കെ നേരിയ മാലയും ഈ ഒരു ലോക്കറ്റും ഇതിൻ്റെ തന്നെ ഒരു കുഞ്ഞ് കമ്മലും ഉണ്ടായിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു സെക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ബോക്സായിട്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് പറ്റില്ല. കാരണം റൂബി തന്നെ കുറേ ഉണ്ട്, റൂബി വൈറ്റ് കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാല അടക്കം മുഖപ്പൂ കണ്ടിരുന്നില്ലേ, മയിലോ ഇതൊക്കെ ആയിട്ട് AD സ്റ്റോൺസിൻ്റെ. ഇത് അതിൻ്റെ നോർമൽ സ്റ്റോൺസാണ് കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല, കാരണം ഇത് സാധാരണ കല്ലുകളാണ്. ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മാലയുടെ 2 കൊളുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഏത് സൈഡിലേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി. പിന്നെ ഇതിപ്പോൾ കമ്പി കാണുന്നത് നോക്കണ്ട, നമ്മൾ പ്ലേറ്റ് ചെയ്യാനായിട്ട് ഇടുമ്പോൾ കിടക്കുന്ന കമ്പികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 പാറ്റേണാണ് ഉള്ളത്. ഇതാണ്ട, ഇത് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ ഇത് വരാവുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ താഴെ ലോക്കറ്റ് പോലെ ഇടണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം. ഇങ്ങനെ നിൽക്കുന്നു മാത്രം, ഇങ്ങനെ ഇടേണ്ടി വരുന്നു മാത്രം. പക്ഷേ ഇതാണ് മുഖപ്പൂവാണ്, സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്റ്റൈൽ, ഒരു ടൈപ്പ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ സ്റ്റഡ് വരുന്നുണ്ട്. അതിൻ്റെ 2 പാറ്റേണാണുള്ളത്. കണ്ടോ, ട്രഡീഷണൽ ലോക്കറ്റ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു നൂലുമ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ 2 ഷേപ്പിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. കമ്മലും ഏകദേശം ഈ ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. സ്ക്വയർ ഉണ്ട്, പിന്നെ ഇതിന് പകരം വേറെയാണ്. പക്ഷേ ഈ സ്റ്റോൺസ് വെച്ചിട്ട് ശരിക്കും സെറ്റുള്ള പോലെ. അതുപോലെ തന്നെ റൂബിയുടെ വളയും ഇതിനിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ മീനിൻ്റെ ലോക്കറ്റാണ്. കഴിഞ്ഞു കണ്ടോ, സ്റ്റോക്ക് കഴിഞ്ഞു. കുറേ ഉണ്ടായിരുന്നു. നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കണ്ടമാനുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മീനിൻ്റെ. ഇപ്പോൾ ഈ 2 പാറ്റേൺ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയത് കൊണ്ടുവന്നിട്ട് വേണം. കണ്ടോ, ഇത് ഭയങ്കര മീൻ നല്ലതാണെന്നാണ് പറയണേ. അപ്പോൾ അത് കണ്ടോ, ഇതിങ്ങനെ ഒരു പാറ്റേൺ, ഇതിങ്ങനെ ഒരു പാറ്റേൺ. തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, തീരെ വെയിറ്റ് ഇല്ല. ഇതാണ് മീനിൻ്റെ ലോക്കറ്റ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് കഴിഞ്ഞു. ഞാനും ഡാഡിയും ഫുള്ള് ഒതുക്കി. എന്നിട്ട് ഡോണിനെ വിളിച്ചപ്പോൾ ഡോൺ എത്തിയിട്ടില്ല. ഇനി ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ വന്നതിന് ശേഷം കുളിയും കിടപ്പും ഒക്കെ അത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. സമയം 12 മണിയൊക്കെ കഴിഞ്ഞെങ്കിലും കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയുണ്ട്. പ്രത്യേകിച്ച് ഗേറ്റ് ലോക്ക് ചെയ്യണതല്ല, പിന്നെ കാറിലാണ് വരണത്, ഗേറ്റ് തുറന്നു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട്. അപ്പോൾ ഡാഡി ഓൾറെഡി ഇതേ ഒതുക്കി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതെവിടെയാണ് കൊണ്ട് വെക്കണത്. ഫുൾ കണ്ടോ, 4 ബോക്സാണ്. 4 ബോക്സിൻ്റെ ഉള്ളിൽ 12 ബോക്സ് വീതം അങ്ങനെയാണ്. അത് മുഴുവൻ ലോക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓരോ ബോക്സ് എടുത്ത് നിങ്ങളിലേക്ക് ഓരോ ദിവസം എത്തിക്കണം. ഇത് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായിട്ടാണ്, നടന്നില്ല എന്ന് മാത്രം. അങ്ങനെ സമയം നോക്കി 12:15 ഡോൺ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ കുട്ടികൾ എന്നോട് യൂദാസ്ലീഹയുടെ പ്രാർത്ഥന ചോദിച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആശ വന്നപ്പോൾ കൂത്താട്ടുകുളം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സംഭവം നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു ചെറിയ ഇതായപ്പോൾ ഞാൻ എപ്പോഴും നടയിൽ അത് അവിടെ വെക്കും. അത് വെച്ച് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത് ചൊല്ലും. ആകെ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കായാലും ഇപ്പം ഞാൻ അതിനാണ് ഇത്ര സ്ലോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്കായാലും ഇത് കാണുമ്പോൾ ഒപ്പം ചൊല്ലാവുന്ന സംഭവമുള്ളൂ കേട്ടോ.
അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നലെ അക്കിയുടെ അവിടെ പോയപ്പോൾ കണ്ടു ഈ യൂദാസ്ലിഹയുടെ രൂപം ഈ ഇതുപോലത്തെ സ്റ്റാച്ചു അക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അത് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അത് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴാണ് പിന്നീട് ഡോൺ വന്നത്. അപ്പോൾ ഡാഡി പോയി ഗേറ്റ് തുറന്നു കൊടുത്തു. ഡോൺ ദേ കയറി വന്നു. അപ്പോൾ അവനൊന്നും വേണ്ട, ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പർക്ക് കയറിയപ്പോൾ നല്ല മധുരത്തിൻ്റെ ഒരു മണം വരണു അത്ര. ഞാൻ പറഞ്ഞു ദൈവം സഹായിച്ച് മധുരത്തിൻ്റെ ഒന്നുമില്ല, നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഉറങ്ങി അവസാനിച്ച ഒരു ദിവസം എന്ന് പറയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.